നമസ്കാരം. കീം 2025 എഞ്ചിനീയറിംഗിൻ്റെ നോട്ടിഫിക്കേഷൻസിൻ്റെ ഭാഗമായിട്ട് ഓഗസ്റ്റ് 1 വെള്ളിയാഴ്ച ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫേസ് 1ഉം 2ഉം പ്രോസസ്സ് നടക്കുന്ന സമയത്ത് കുറച്ച് കോളേജുകൾ അവരുടെ എക്സിസ്റ്റിംഗ് ബ്രാഞ്ചുകളിൽ അഡീഷണൽ കപ്പാസിറ്റിക്ക് വേണ്ടിയും അതുപോലെ പുതിയ ബ്രാഞ്ചുകൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ മറ്റ് ചില പുതിയ കോളേജുകളുടെ അനുമതിക്ക് വേണ്ടിയും അപേക്ഷിച്ചിരുന്നു. അത് AICTE, KTU മുതലായ ഓർഗനൈസേഷൻസിൻ്റെ അപ്രൂവൽ ലഭിച്ചത് പ്രകാരം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോയെന്ന് അറിയില്ല, ഏകദേശം 1ഉം 2ഉമല്ല 2000-ഓളം പുതിയ എൻജിനീയറിംഗ് സീറ്റുകളാണ് ഈ 3 കാറ്റഗറിയിലായിട്ട് വരുന്നത്. അതിൻ്റെ വിശദ വിവരങ്ങളെല്ലാം ഈ നോട്ടിഫിക്കേഷൻസിലുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് കാൻഡിഡേറ്റ് പോർട്ടലിൽ പോയി നോട്ടിഫിക്കേഷൻസിൽ പോയി ഓഗസ്റ്റ് 1-ാം തീയതി ഉള്ള ആ ന്യൂ എഞ്ചിനീയറിംഗ് കോളേജസ് അഡീഷണൽ സീറ്റ്സ് എന്ന് പറയുന്ന ഗവൺമെൻറ് ഓർഡർ ഒന്ന് വായിച്ച് നോക്കിയാൽ ഏതൊക്കെ കോളേജിൽ ഏതൊക്കെ ബ്രാഞ്ചുകൾക്കാണ് പുതിയ അലോക്കേഷൻ, അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് ബ്രാഞ്ചുകളുടെ കപ്പാസിറ്റി എത്ര കൂടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഏതൊക്കെയാണ് പുതിയ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അനുമതി കിട്ടിയിരിക്കുന്നതാണ്. ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതുകൊണ്ടൊക്കെ തന്നെയാണ് കഴിഞ്ഞ വർഷവും അവർ പുതിയതായിട്ട് ഫേസ് 3ൽ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാം, അതല്ലെങ്കിൽ വീണ്ടും പുതിയതായിട്ട് ഓപ്ഷൻസ് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പുതിയ പ്രോസസ്സ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ ഫേസ് 3ൽ വരുമ്പോൾ നിങ്ങൾ കോളേജുകളിൽ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് വരും. വളരെയധികം സീറ്റുകളാണ്. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കറിയില്ല. പക്ഷെ നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടതിൽ ഏറ്റവും നല്ല കോളേജുകൾ ശ്രദ്ധിക്കാൻ നോക്കുക. ആ കോളേജുകളിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഫേസ് 3ൽ വരും. പക്ഷേ ഞാൻ വേറൊരു കോളേജിന് നിരുത്സാഹപ്പെടുത്തുന്നതല്ല. പക്ഷേ ഒരുപാട് കോളേജുകൾ, ഒരുപാട് സീറ്റുകൾ, അതും കമ്പ്യൂട്ടർ സയൻസിലാണ് പ്രധാനമായിട്ടും. ഇത് നമ്മുടെ സിസ്റ്റത്തിനെ ഡൈല്യൂട്ട് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം നമുക്ക് ഇല്ലാതില്ല. പക്ഷെ എന്നിരുന്നാലും റാങ്ക് പിറകിലായതുകൊണ്ട് ഫേസ് 2ൽ അലോക്കേഷൻസ് കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഇതൊരു സന്തോഷ വാർത്ത ആവാനാണ് സാധ്യത. താങ്ക് യു സോ മച്ച്.